എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹാരമാണ് ഔഷധം എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല അല്ലേ. അന്നേരം എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കിടിലൻ വീഡിയോയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മുളപ്പിച്ചെടുക്കുന്ന ധാന്യങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് നമുക്ക് സാധാരണ കിട്ടുന്ന ഗുണങ്ങളെക്കാട്ടിൽ 100 ഇരട്ടി ഗുണങ്ങൾ തരിക തന്നെ ചെയ്യും. നമ്മളിന്ന് എടുത്തിരിക്കുന്നത് വെറും 3 ചേരുവകളാണ്. അത് മുളപ്പിച്ചാണ് എടുത്തിരിക്കുന്നത്. റാഗി, അതുപോലെ തന്നെ ഉലുവ, ചെറുപയർ. ഈ 3 കാര്യങ്ങളെ മുളപ്പിച്ചെടുത്തിട്ട് അത് വെച്ച് നല്ലൊരു കിടില റെസിപ്പിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഷുഗർ ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ, PCOD അങ്ങനെ ജീവിതശൈലി രോഗങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകും. അവർക്ക് മാത്രമല്ല കേട്ടോ, ഏത് പ്രായക്കാർക്കും ഏത് അസുഖമുള്ളവർക്കും ധൈര്യത്തിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റാണ്. അന്നേരം നമ്മുടെ മുടി വളർച്ചയ്ക്കും നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിനും അങ്ങനെ തുടങ്ങി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരുപാട് ഗുണങ്ങളുടെ കലവറ തന്നെയാണ് നമ്മുടെ ഈ ഡയറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അന്നേരം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബൗൾ നിറയെ റാഗി, പഞ്ഞിപ്പുല്ല്, മുത്താറി, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കൂരകം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി, നിറയെ കല്ലും മണ്ണും പൊടിയൊക്കെ കാണും, അതൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ നമുക്ക് കഴുകിയെടുക്കണം. റാഗി എന്ന് പറയുമ്പോൾ പോഷക ഗുണങ്ങളുടെ കലവറ തന്നെയാണ്. അതുപോലെ തന്നെ പ്രമേഹത്തിൻ്റെ ശത്രു കൂടിയാണ്. എല്ലിൻ്റെയും പല്ലിൻ്റെയും അതുപോലെ നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ ഒരുപാട് സഹായം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു റാഗിയിൽ ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ വിളർച്ച, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് റാഗി. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഉറക്കം കിട്ടാനും നല്ല ഉന്മേഷത്തോടെ ഇരിക്കാനും റാഗി നമ്മളെ സഹായിക്കും. അത് തോലോടുകൂടി തന്നെ കഴിക്കണമെന്ന് മാത്രം. കഴുകി വൃത്തിയാക്കി അരിച്ച് എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത രീതിയിൽ അതിന് ഞാനൊരു ബൗളിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന രണ്ടാമത്തെ ചേരുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയറാണ്. ചെറുപയറിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമേ ഇല്ല. ഹൈ പ്രോട്ടീനാണ്. നമ്മൾ ഒരുപാട് പൈസയൊക്കെ മുടക്കിയിട്ട് പ്രോട്ടീൻ പൗഡറൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മുടെ ഈ ഒരു ചെറുപയർ. ഏത് രീതിയിൽ കഴിച്ചാലും ഗുണകരമാണ്. നമ്മളിന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മുളപ്പിച്ചാണ് എടുക്കുന്നത്. അന്നേരം ഇവ 3 കൂടെ ചേരുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അന്നേരം ഒരു ബൗൾ സെയിം അതേ അളവിൽ തന്നെയാണ് നമ്മൾ ചെറുപയർ എടുത്തിരിക്കുന്നതും. അതിലും നിറയെ അഴുക്കും പൊടിയോട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ബൗളിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുതിർക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ മൂന്നാമതായിട്ട് എടുക്കാൻ പോകുന്ന ചേരുവയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയാണ്. ഉലുവ നമ്മൾ ഇത്രത്തോളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഉലുവ ഒരു 2 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ മാത്രം എടുത്താൽ മതി. ഒരുപാട് നമ്മൾ ഉലുവ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് അത്ര കണ്ട് ടേസ്റ്റോട് കൂടി ഹെൽത്തി ആണെങ്കിലും കഴിക്കാൻ കുറച്ച് പാടായതുകൊണ്ട് 2 സ്പൂൺ അളവിലാണ് ഉലുവ എടുത്തിരിക്കുന്നത്. ചെറുപയറും അതുപോലെ തന്നെ നമ്മുടെ റാഗിയുമാണ് ഒരേ അളവിൽ എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് കുതിർക്കാൻ വെക്കാം. ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഇവ 3ഉം ഒന്നിനൊന്നിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ നിത്യജീവിതത്തിൽ. അന്നേരം ഇതിനെ നമ്മൾ ഒരു ദിവസം കുതിർക്കാൻ വെക്കണം. കുതിർത്തതിന് ശേഷം അതിലെ ജലാംശമെല്ലാം നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയിലോട്ട് മാറ്റിയതിന് ശേഷം ജലാംശം ഒട്ടും ഇല്ലാത്ത രീതിയിൽ എടുക്കാം. ചെറുതായിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒന്നുകിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കൈകൊണ്ടിങ്ങനെ തെളിച്ച് കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവനും അതിനെ കുതിർത്ത് വെച്ചതിന് ശേഷം അതിലെ ജലാംശം എല്ലാം മാറ്റിയിട്ട് ഇതിൽ നമ്മൾ ഇനി അത് മുളപ്പിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അതിന് മുളപ്പിച്ചെടുക്കാനും വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3ഉം കൂടെ ഒരുമിച്ച് നമുക്ക് മുളപ്പിക്കാൻ പറ്റില്ല. പെട്ടെന്ന് മുളച്ച് വരുന്നത് ഉലുവയും ചെറുപയറുമാണ്. നമ്മുടെ റാഗി മുളച്ച് വരാൻ കുറച്ച് ദിവസം എടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഒരു കൊച്ചു തോർത്തെടുത്തിട്ടുണ്ട്. അധികം വലിയ തോർത്തല്ല. ഇപ്പോൾ നിങ്ങൾക്ക് 3 തുണികളുണ്ടെങ്കിൽ അത് എടുത്താൽ മതി, അല്ലെങ്കിൽ 3 അരിപ്പയിലാട്ട്. ഇതിപ്പം വളരെ കുറച്ച് അളവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ 3 അരിപ്പയിലാട്ട് ഇതിങ്ങനെ വെച്ചതിന് ശേഷം അടിയിൽ ലേശം വെള്ളം കൂടെ വെച്ചിട്ട് ഇതിങ്ങനെ മുളപ്പിക്കാൻ വെക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് ഇപ്പോൾ 3ഉം മുളച്ച് വരും. വളരെ പെട്ടെന്ന് മുളച്ച് വരുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഉലുവയും നമ്മുടെ ചെറുപയറുമാണ് പെട്ടെന്ന് മുളച്ച് വരുന്നത്. അന്നേരം റാഗി മുളച്ച് വരാൻ ഒരു 3-4 ദിവസം വേണ്ടി വരും. നമ്മൾ ഈ ഒരു തോർത്തിനകത്ത് ഉലുവയും റാഗിയും ചെറുപയറും 3 കിഴിയായിട്ട് കെട്ടി നമുക്കിത് മുളപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഇതിനെ എന്ന് നമ്മൾ എടുത്ത് നോക്കിയിട്ട് ചെറുതായിട്ട് ജലാംശം കുറയുകയാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്നുകിൽ സ്പ്രേ ബോട്ടിൽ കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുക്കുകയോ ചെയ്താൽ മാത്രം മതി. ആ ഒരു ഈർപ്പത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മുളച്ച് വരും. അന്നേരം നമ്മൾ 3 കിഴിയായിട്ട് കെട്ടിയിരുന്ന ഉലുവയും റാഗിയും ചെറുപയറും നല്ലപോലെ മുളച്ച് വന്നിട്ടുണ്ട്.
ഈ ധാന്യങ്ങളൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങളൊന്ന് വേറിട്ട് തന്നെയാണ്. അത് മുളപ്പിച്ചെടുക്കുന്നതും ഒരുപാട് പാടുള്ളൊരു കാര്യമൊന്നുമല്ല. നമ്മൾ ഒരുപാട് പൈസ മുടക്കി കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൂരകമൊക്കെ മുളപ്പിച്ചത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതൊക്കെ എത്ര കണ്ട് അതിലെന്തൊക്കെയാണ് ചേർക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇവയെല്ലാം. ഇത് നല്ലപോലെ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഈ മുളപ്പിച്ച ഇതിനെ നമുക്ക് ഉണക്കി നല്ലപോലെ പൊടിച്ചെടുക്കാവുന്നതാണ്. ആ ഒരു പൗഡറൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ എന്തോരം പൈസ ആവുകയും ചെയ്യും. അത് വിശ്വസിച്ച് ഉപയോഗിക്കാനും പറ്റില്ല. നമുക്കിനി ഇതിനെ നമ്മൾ വെയിലത്തൊന്നും വെച്ച് ഉണക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഉണക്കി അങ്ങനെ സൂക്ഷിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്നേരം ഇതുകൊണ്ട് കിടിലൻ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അന്നേരം ഇതിനെ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. അതിൽ നമ്മൾ ഉഴുന്ന് ചേർക്കുന്നില്ല, പച്ചരി വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇവ 3 മാത്രമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അന്നേരം ഇതിനെ നമ്മൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു മുളപ്പിച്ചെടുത്തിരിക്കുന്ന ചെറുപയറും ഉലുവയും നമുക്ക് നല്ലപോലെ മിക്സിയിൽ അത് മാത്രമായിട്ട് അരച്ചിട്ട് അത് വെച്ചിട്ട് പാക്ക് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ റാഗിയും ചെറുപയറൊക്കെ വെച്ചിട്ട് നല്ലൊരു ഫേസ് പാക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു മുളപ്പിച്ച ധാന്യങ്ങൾ വെച്ചിട്ട്. ഇപ്പം നമ്മളതൊന്നും ചെയ്യുന്നില്ല, അതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. കാരണം അതിനെ നമ്മൾ നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അരച്ച് കൊണ്ടുവന്നിരിക്കുന്ന മാവിനെ നമ്മൾ ഒരു പകുതി ഒരു പാത്രത്തിലോട്ടും ബാക്കി പകുതി നമ്മൾ ഫ്രിഡ്ജിലുമാണ് സൂക്ഷിച്ച് വെക്കാൻ പോകുന്നത്. അന്നേരം ഇതിനെ സാധാരണ മാവിൻ്റെ കണക്ക് പുളിപ്പിക്കാൻ വെക്കേണ്ട ആവശ്യമില്ല. അന്നേരം നമുക്ക് ഒരു പാത്രം അടപ്പ് വെച്ചിട്ടുണ്ട്. പാത്രം നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു കിടിലൻ ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതും നമ്മുടെ മുരിങ്ങയില ഉപയോഗിച്ചിട്ട് നല്ലൊരു പിടി, എൻ്റെ ഒരു കൈക്ക് നിറയെ മുരിങ്ങയില ഞാൻ ആ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം എണ്ണ മാത്രം നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു പച്ച കുത്തലൊന്ന് മാറി കിട്ടണം. അതിലേക്ക് നമ്മൾ ഒരു തക്കാളിയുടെ പകുതി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിക്ക് പകരം നിങ്ങൾക്ക് പിഴുപുളി ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ചുമന്നുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് വേണ്ടി നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം, അതുമല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കാന്താരി ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റും നല്ല ഹെൽത്തിയുമായിരിക്കും. പാകത്തിന് വേണ്ട ഉപ്പും ലേശം തേങ്ങ, ഒരു 2 സ്പൂൺ അളവിൽ തേങ്ങ മാത്രം മതി. അല്ലെങ്കിൽ തേങ്ങ ചേർക്കാതെ വേണമെങ്കിൽ ഈ ഒരു ചമ്മന്തി തയ്യാറാക്കാം. ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. ആ ഒരു സമയം കൊണ്ട് ആ സെയിം പാത്രത്തിൽ തന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഒരു കുഞ്ഞ് സവാളയുടെ പകുതി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞേക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചേരുവയാണ്, നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അന്നേരം അതിലേക്ക് ബാക്കി വന്നിരിക്കുന്ന നമ്മുടെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് വാടി കിട്ടിയാൽ മതി, ഒരുപാടങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എരിവിന് വേണ്ടി പച്ചമുളക് ആണെങ്കിൽ പച്ചമുളക്, മുളക് പൊടിയാണെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലേശം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടി ഞാനിതിലേക്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല മുളകാണ് അല്ലെങ്കിൽ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്ര മാത്രമേ ഉള്ളൂ, ഒരുപാട് ചേരുവകൾ ഇതിൽ ചേർത്തിട്ടില്ല. ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ മുട്ട ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അന്നേരം ഇത് നമുക്ക് പെട്ടെന്നൊരു കറി വെക്കാനൊന്നും സമയമില്ല എങ്കിൽ വളരെ പെട്ടെന്ന് മുട്ട ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കേട്ടോ. ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം. 1-2 മുട്ട കൂടി ചേർത്താൽ മതി. അന്നേരം നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് കൂടി നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ടയാണ് കേട്ടോ. അന്നേരം ഇതൊന്ന് വാടി കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ ഒന്ന് നികത്തി വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മളിനി മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നമ്മൾ ആ ഒരു അപ്പമൊക്കെ ചുട്ടുമ്പോൾ ചുറ്റിയെടുക്കത്തില്ല, അതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് ഒന്ന് ആ പാത്രത്തിൻ്റെ അടപ്പയിലും കൂടെ ഒന്ന് ചൂട് വരുന്ന സമയം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാവുന്നതാണ്. പെട്ടെന്നൊരു കറിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസാല ചേർത്തിട്ടുള്ളൊരു മുട്ട റോസ്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇപ്പം തന്നെ അത് ഹാഫ് കുക്ക് ആയിട്ടുണ്ട്, നല്ല ഹെൽത്തിയാണ്. അതിൻ്റെ മുകളിലോട്ട് ലേശം കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് ചൂടടപ്പിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ്. നമ്മൾ കഴിക്കാൻ സമയമാകുമ്പോഴത്തേനത് കറക്റ്റായിട്ട് പാകത്തിന് വെന്ത് കിട്ടും. അന്നേരം നമ്മൾ ആ ഒരു മാവിലേക്ക് ഉപ്പ് മാത്രമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി, അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ജീരകം, അതുപോലെ ചുമന്നുള്ളിയോ സവാളയൊക്കെ ചേർക്കാവുന്നതാണ്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടാവുന്നതാണ്.
അതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. അത് നമ്മൾ ചൂടായ ദോശ കല്ലിലോട്ട് നമ്മൾ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മാവ് ഒട്ടിപ്പിടിക്കുകയാണെന്നെങ്കിൽ നിങ്ങളിതിലേക്ക് വേണമെങ്കിൽ ലേശം ഗോതമ്പ് പൊടി ഒരു 2-3 സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ പച്ചരി ചേർത്തിട്ടില്ല, ഉഴുന്ന് ചേർത്തിട്ടില്ല, വേറെ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. മെയിനായിട്ട് ചേർത്തിരിക്കുന്ന ചേരുവ ഇവ 3ഉമാണ്. അതിനുശേഷം നല്ലപോലെ പരത്തിയിട്ട് നെയ്യാണെങ്കിൽ നെയ്യ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് തിരിച്ചിടാം. അത്രയ്ക്ക് നൈസായിട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ കട്ടിയിലാണ് ഈ ഒരു ദോശ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ഹെൽത്തിയാണ്. സാധാരണ നമ്മൾ വിചാരിക്കും ചെറുപയറും റാഗിയും അതുപോലെ തന്നെ ഉലുവയൊക്കെ ചേർത്തിട്ട് ദോശ ഉണ്ടാക്കി കഴിക്കാൻ കുറച്ച് പാടാണ്, അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടില്ല എന്ന്. പക്ഷേ ഈ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. നല്ല ടിഷ്യൂ പേപ്പറിനൊക്കെ ഒട്ടും കട്ടിയില്ലാണ്ട് നമ്മുടെ ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അന്നേരം ബാക്കിയുള്ള മാവ് ഉപയോഗിച്ചിട്ട് നമുക്കിതുപോലെ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ദോശയായിട്ടാണെങ്കിൽ ദോശയായിട്ട് ചുട്ടെടുക്കാം, ഇഡലി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ഈ ഒരു മാവിനെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ, അതും ഒട്ടും കട്ടിയില്ലാണ്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്നും ചേർത്തിട്ടില്ല, പച്ചരിയും ചേർത്തിട്ടില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിങ്ങനെ കല്ലിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് ഗോതമ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിലിപ്പോൾ ഞാനതൊന്നും തന്നെ ചേർത്തിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഡയറ്റ് കേട്ടോ. മുളപ്പിച്ചിട്ടിരിക്കുന്ന നമ്മുടെ ചെറുപയറും ഉലുവയും അതുപോലെ തന്നെ റാഗി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള സ്പെഷ്യൽ ദോശയും അതുപോലെ നല്ലൊരു മുട്ട റോസ്റ്റ്. ഈ ഒരു റോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചോറിനൊന്നും പ്രത്യേകിച്ച് കറി വേണ്ട, നല്ല ഹെൽത്തിയാണ് കേട്ടോ. കുട്ടികൾക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ, നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാം. ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മുട്ട പുൾസേ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടത്തോടു കൂടി കഴിക്കും. നല്ലൊരു ചമ്മന്തിയാണ്. ചോറിൻ്റെ കൂട്ടത്തിലും എന്തിൻ്റെ കൂട്ടത്തിൽ ദോശ, ഇഡലി, ചപ്പാത്തി എന്തിൻ്റെ കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് ചമ്മന്തി കഴിക്കാവുന്നതാണ്. മുരിങ്ങയില കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇതുപോലൊരു ചമ്മന്തി തയ്യാറാക്കി നോക്കുക. ഇത് മുരിങ്ങയിലയുടെ ടേസ്റ്റ് ഒന്നും മുന്നിൽ നിൽക്കില്ല കേട്ടോ. അന്നേരം നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു ദോശയുമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഡയറ്റൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഈ ഒരു ഡയറ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അതുപോലെ തന്നെ ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഇത് കഴിക്കാവുന്നതാണ്. അതുമാത്രമല്ല നമുക്ക് മുടിക്കൊക്കെ നല്ല വളർച്ച വേണം, മുടി വളരാതിരിക്കുന്ന അവസ്ഥ, എല്ലിൻ്റെയും പല്ലിൻ്റെയൊക്കെ ബലത്തിന് മൊത്തത്തിൽ എല്ലാത്തിനും നല്ലത് തന്നെയാണ് ഈ ഒരു ഡയറ്റ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അത് എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ട് വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.